عن عبد الله بن عمرو رضي الله عنه قال عبد الله بن عمرو رضي الله عنه قال صلينا مع رسول الله صلى الله عليه وسلم المغرب ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരിക്കൽ മഗ്രിബ് നിസ്കാരം നിർവഹിച്ചു. فرجع من رجع وعقب من عقب. കുറേ ആളുകൾ മഗ്രിബ് നിസ്കാരത്തിൽ പങ്കെടുത്തു. അവർ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചുപോയി, അവരുടെ തിരക്കുകളിലേക്ക് പങ്ക തിരിച്ചുപോയി. എന്നാൽ ചില ആളുകൾ ആ പള്ളിയിൽ തന്നെ അവിടെ ഇരുന്നു. അവര് ദിക്റും സ്വലാത്തും നിസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ പള്ളിയിൽ കഴിച്ചു കൂട്ടി. فجاء رسول الله صلى الله عليه وسلم مسرعا قد حفظه الناس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു. വീട് എന്ന് പറഞ്ഞാൽ പള്ളിയോട് ചേർന്നുള്ള ഹുജറയാണ്, ഒരു റൂമാണ്. ആ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ആയിരിക്കുന്ന സംഘം ആളുകളെ സമീപിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വന്ന് ആ വരവിന്റെ രൂപം പറയാണ്. നബി തങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഓടി വരുന്ന സമയത്തുണ്ടാവില്ല ഒരു കിതപ്പ്, ആ കിതപ്പ് അനുഭവപ്പെടുന്നുണ്ട്. തങ്ങൾ തുണിയൊക്കെ നമ്മൾ നന്നായി ടൈറ്റാക്കി എടുത്തില്ല എങ്കിൽ ഇങ്ങനെ മാറിക്കളിക്കുമല്ല, അതുപോലെ ഇങ്ങനെ മാറിക്കളിച്ച് കാൽപാദങ്ങൾ ഇങ്ങനെ വെളിവാകുന്നുണ്ട്. ആ രൂപത്തിൽ പെട്ടെന്ന് എന്തോ ഒരു കാര്യം പറയാൻ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അബ്ശിറൂ, സന്തോഷിക്കുകയും 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 അല്ലാഹു തആല നിങ്ങൾക്ക് ആകാശ ലോകത്തെ കവാടങ്ങളൊക്കെ തുറന്നു തന്നിട്ടുണ്ട്. യുബാഹിബിക്കുൽ മലായിക, നിങ്ങളെ കുറിച്ച് മലക്കുകളോട് അല്ലാഹു വലിയ ബഹുമാനം പറയുന്നുണ്ട്. യഖൂൽ, അല്ലാഹു പറയുന്നത്, ഉൻദുറൂ ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്ക് നോക്കൂ. ഖദ് ഖദൗ ഫരീള, അവർ ഒരു ഫർദായ നിസ്കാരം നിർവഹിച്ചിരിക്കുകയാണ്. വഹും യൻതദിറൂന ഉഖറാ, അടുത്ത നിസ്കാരം അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവരിലേക്ക് നോക്കൂ എന്ന് വലിയ ബഹുമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അല്ലാഹു തആല പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ റമദാനായപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ഒരു ഭാഗ്യമാണ്. ഫുതിഹത് അബ്വാബുൽ ജന്ന വ ഫുതിഹത് അബ്വാബുസ് സമാ, സ്വർഗ്ഗലോകങ്ങളുടെ കവാടങ്ങൾ തുറക്കുക, ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ തുറക്കുക എന്ന ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയിരുന്നു. റമദാൻ കഴിഞ്ഞാൽ അതൊക്കെ അടക്കപ്പെടും. പിന്നെ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് തുറക്കുക. ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ തുറന്നു കഴിഞ്ഞാലുള്ള ഗുണം, ആ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്ന ദുആക്ക് ഉത്തരം കിട്ടുമെന്നാണ്. ആ സമയത്ത് ബറക്കത്ത് ഇറങ്ങും, റഹ്മത്ത് ഇറങ്ങും. ആ സമയത്ത് അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ഖുർആൻ പാരായണം, നിസ്കാരം, അല്ലാഹ് എന്ന ചിന്തയിൽ കഴിയുന്നവർ, അവർക്കൊക്കെ അതിന്റെ ആനുകൂല്യം ലഭിക്കും. അവർ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ആനുകൂല്യമാണ് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം എന്ന് പറയുന്നത്. ഇശാ മഗ്രിബ് എന്ന് വെക്കണ്ട, ഇവ ളുഹ്ർ കഴിഞ്ഞാൽ ആ പള്ളിയിൽ അസ്ർ വരെ ഇരുന്നാൽ ആ സമയം, അവ ഏതൊരു ഫർദ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ഫർദ് പ്രതീക്ഷിച്ചുകൊണ്ട്, അങ്ങനെ നമുക്ക് ഇരിക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇശാ മഗ്രിബിന്റെ ഇടയിലാണ്. കാരണം ഇശാ മഗ്രിബ് തമ്മിൽ ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റുമേ ഡിഫറൻസ് ഉണ്ടാകും. മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ. പഴയ കാലത്തൊക്കെ അറിയാം, ക്ഷീണിച്ച് രാവിലെയൊക്കെ ക്ഷീണിച്ച് വലിയ ജോലി ചെയ്യുന്നവരും മഗ്രിബിന് പള്ളിയിൽ വന്നാൽ പിന്നെ ഇശാ കഴിഞ്ഞിട്ടാണ് പുറത്തു പോകാറുള്ളത്. അതെന്തുകൊണ്ടാണ്? ആ സമയം അതിവിലപ്പെട്ട സമയമാണ്. ഇന്ന് പലപ്പോഴും നമ്മിൽ നിന്ന് അതൊക്കെ നഷ്ടപ്പെടുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ ആ സമയത്ത് മാർക്കറ്റിലായിരിക്കും. മാർക്കറ്റ് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാർക്കറ്റിൽ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാം. പള്ളിയിൽ പോയാൽ ഒരുപാട് സമയം അവിടെ ഇരിക്കണം. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. പള്ളിയിൽ പോയാൽ വേഗം എങ്ങനെ ചാടുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. പെട്ടെന്ന് നിർവഹിച്ച് വേഗമാണ്. എന്നാൽ മാർക്കറ്റിൽ ചെന്നാൽ അവിടെ അങ്ങനെ കറങ്ങി വെറുതെ സമയം ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങനെ ചെലവഴിക്കാനാണ് നമ്മുടെ ഒരു അപജയമാണ്. അത് ശ്രദ്ധിക്കണം. ആകാശ ലോകത്തിന്റെ കവാടം തുറക്കുമെന്നാണ്. ആ തുറക്കുന്നത് വലിയൊരു ആനുകൂല്യമാണ്. അത് കിട്ടുന്ന സമയമാണ്. ഒരു ഫർദ് തിരിച്ചതിന് ശേഷം അടുത്ത ഫർദ് വരെ വെയിറ്റ് ചെയ്യുക. അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം. അത് വളരെ വിലപ്പെട്ടതാണ്. ആ സമയത്ത് ചില വെറുതുകളൊക്കെ നമ്മൾ ഖുർആൻ പാരായണം, ഡയറി ഓതുന്ന
ഖുർആൻ പാരായണങ്ങൾ ആ സമയത്തേക്ക് മാറ്റി വെക്കാം. യാസീൻ, തബാറക്, അർ-റഹ്മാൻ, ദുഖാൻ, ഇദാ കാത്തിൽ വാഖിയ ഇങ്ങനെ തുടങ്ങിയ സൂറത്തുകൾ ധാരാളമുണ്ട്. നമ്മൾ നിരന്തരം നിത്യം ഓതേണ്ട ആ സൂറത്തുകളൊക്കെ ഓതി തീരുമ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുക്കും. അല്ലെങ്കിൽ ഒരു 1000 സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് 100 തഹ്ലീൽ കൂടെ ചെല്ലുമ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുക്കുന്ന ഉറപ്പാണ്. അപ്പോൾ പരമാവധി പള്ളികളിലേക്ക് കഴിച്ചു കൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ഫർദ് കഴിഞ്ഞ് അടുത്ത ഫർദ് വരെ വെയിറ്റ് ചെയ്യുന്ന സമയം ആകാശ കവാടങ്ങൾ തുറന്നു കിട്ടുന്ന ആനുകൂല്യത്തിന്റെ സമയമാണ്. അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിലെ ന്യൂനതകളൊക്കെ അല്ലാഹു പരിഹരിച്ചു തരട്ടെ. അല്ലാഹുവേ പടച്ചോനെ, ഇന്ന് സുഹൂദ് ജമാഅത്തിന് അവിടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും സ്വീകരിച്ചതിന്റെ വിധിലെ തവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, അവരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്കൊക്കെ മരണം ഖൈറാവുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നിവിടെ സുഹൂദ് ജമാഅത്തിനെത്തിയ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്, ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ബന്ധപ്പെടുന്ന മേഖലയിൽ റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് ഞങ്ങളുടെ ഖദറിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം നമ്മുടെ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാൻ, തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള ഈമാനിക കരുത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ.